ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യാതിരിക്കുന്നതും. ഞാൻ എന്തുകൊണ്ട് കോഴിക്കോട് ടൗണിൽ 12 സിനിമകളുണ്ട് എനിക്കറിയാം. അങ്ങോട്ട് പോകാനുള്ള എല്ലാ ഊടുവഴിയും എനിക്കറിയാം. പടച്ചോൻ സഹായിച്ചിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള പൈസൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഒറ്റ സിനിമകളും ഞാൻ പോകില്ല. എന്താ കാര്യം എന്നറിയോ? 12 ലേണിംഗ് ക്ലാസ് എനിക്ക് കോഴിക്കോട്. അതിലേതെങ്കിലും ഞാൻ എൻ്റെ അടുത്തിന് മുമ്പ് നിങ്ങൾ വിവരം അറിയും. ഉളിമാട് കുത്തിരിക്കണ്. ഞാൻ അത് വിവരം അറിയും. അത് കണ്ടില്ല ഇച്ചിക്കാണ്. അപ്പോൾ പിന്നത്തെ വിളി ചെമ്പക്കുത്തുന്ന പിന്നെ മുതൽ എന്താണെന്നറിയാം, നമ്മൾ പരിപാടി നിർത്തി വെച്ചിന് കേട്ടോ. അത് മേടിച്ചിട്ടല്ലേ ഞാൻ പോകത്ത് അല്ലേ? ഞാൻ എൻ്റെ മൊബൈലിൽ ട്രെയിനിൽ പോകുമ്പോൾ അതേ സിനിമ കാണണമല്ലോ. എന്താ കാണുന്നത്? ജനങ്ങൾ കാണൂലല്ലോ. ആരെയാ പേടി? മാറണം. അള്ളാനെ പേടിക്കണം. ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി തിന്മ ചെയ്യാതിരിക്കുന്ന പാടില്ല. നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാവണം. ജനങ്ങളെ വെറുപ്പ് വിചാരിച്ചിട്ട് ഇന്ന് വിവാഹരംഗത്തെ മുഴുവൻ മാമാങ്കം ഉണ്ടായതേ ജനങ്ങൾക്ക് വേണ്ടിയാ. അത് നമ്മളായിട്ടായി ചെയ്യുന്ന ഓരെന്താ വിചാരിക്കുക? എന്താ മക്കളെ കൂടി പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? പടക്കം പൊട്ടിക്കണ്, മൈലാഞ്ചി കല്യാണം ഉണ്ടാക്കണ്, ഡ്രസ് കോഡ് ഉണ്ടാക്കണ്. ചേന്നമംഗല്ലൂരിൽ ഒരു പീടിയ ഉദ്ഘാടനം ചെയ്തു 2 മാസം മുമ്പ്. എന്താ പീടിയമ്മൽ എഴുതിയത് നിങ്ങൾ? പുയ്യാപ്പളിൻ്റെയും പുതിയണ്ണിൻ്റെയും ഡ്രസ്സ് വാടകയ്ക്ക് കൊടുക്കുന്നു. ഉളുപ്പ് വേണ്ട മനുഷ്യന്. അവനാണ്ടുള്ള തുണിയും കുപ്പായം വാടകയ്ക്ക് എടുക്കി. ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങളെ വാടകയ്ക്ക് കൊടുക്കുമോ ചാലോട്? ആലോചിക്ക്. ആർക്ക് വേണ്ടി? ഈ ചങ്ങായിട്ട കുപ്പായം ഓൻ്റെതല്ലാന്ന് ആ പങ്കെടുത്ത എല്ലാവർക്കും അറിയില്ലേ? ഈ ചെരുപ്പ് ഞാൻ വേറെ എടുത്തൻ്റെ അട്ടെങ്കിലും അവൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നതെന്ന് ആലോചിക്കാൻ. എവിടെ നിന്നുണ്ടായി? ജനങ്ങൾ പടക്കം പൊട്ടിക്കണില്ലേ? എങ്ങനെ? എല്ലാവരും ചെയ്യുന്നു, നമ്മൾ ചെയ്യും. അള്ള പറഞ്ഞിനോ? ഇല്ല. എൻ്റെ മോൻ്റെ നിക്കാഹ് കടന്നു കഴിഞ്ഞ ഡിസംബർ 27-ന്. തലേന്ന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലിട്ടു, തലേന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടാവില്ല. അടച്ചറബേ. അടിങ്ങോട്ട് വീണില്ല. നിങ്ങൾ ചിലത് ഇങ്ങനായിട്ട് പോയിന്. ചിലത് എന്തിന്? ഒരു കുട്ടിയും വരണ്ട, ഒരു തുള്ളി വെള്ളവും ഞാൻ തരൂല പറഞ്ഞു. എൻ്റെ പെങ്ങന്മാരോട് ഉളുപ്പുണ്ട് എനിക്ക്, അത്ര ഉളുപ്പേ ഉള്ളൂ പറഞ്ഞു. ഞാൻ എൻ്റെ വാപ്പൻ്റെ ആണ്ട് കഴിച്ചില്ലല്ലോ. എന്താ കാരണം? അള്ളി റസൂലും ചെയ്യാത്തതുകൊണ്ട്. അവൻ വന്ന് നിന്ന് പോലെ തന്നെയല്ലേ? അതും വന്ന് ഭക്ഷണം കഴിച്ച പോലെ തന്നെയല്ലേ? അള്ളി റസൂലും പഠിപ്പിച്ചിനോ? ഇല്ല. എന്നാ വേണ്ട. അതിൻ്റെ പേരിൽ നിങ്ങൾ നിൽക്കാൻ നോക്കില്ല, പങ്കെടുക്കണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഒരാൾ സഹായിച്ചാൽ എൻ്റെ മോനെ നിൽക്കാൻ ഞാൻ നടത്തിയത്. എനിക്ക് എന്തിനാ മൗലവിൻ്റെ ആവശ്യം? അള്ളിയും റസൂലും ചെയ്തത് മാത്രം അപ്പോഴേ ഈമാനാവുള്ളൂ. ഇതെല്ലാം അങ്ങോട്ട് നിങ്ങൾക്കറിയാം, കണ്ണൂർ ജില്ലയിൽ ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ്. പുയ്യാപ്പള വന്ന സന്തോഷം കൊണ്ട് ആ വീട്ടുകാരൻ പടക്കം പൊട്ടിച്ചു. എനിക്ക് പറയേണ്ടത് എങ്ങനെയാണെന്നല്ല, ആ കുട്ടീനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 26 ദിവസം പ്രായമായൊരു കുട്ടി ഇപ്പോഴും കണ്ണും പൂട്ടില്ല, തൊള്ളയും പൂട്ടില്ല. ഉമ്മമാരെങ്ങൾ ചിന്തിക്കുക, പ്രസവിച്ചോലങ്ങളൊക്കെ. 26 ദിവസം പ്രായമായൊരു കുട്ടി 8 മാസമായി. ആ കുട്ടി കണ്ണും പൂട്ടില്ല, തൊള്ളയും പൂട്ടില്ല. ആ പടക്കം പൊട്ടി ഞെട്ടിപ്പോയതാ. ആലോചിക്ക്, മുസ്ലിമിൻ്റെ കല്യാണം.